Praise God. It's everlasting grace ഉള്ള ഒരു ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. We serve a God that has an everlasting love. Hallelujah. അതിൻ്റെ ആരംഭവാക്യത്തിൽ പറയുന്നു, In the beginning verse it says, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. give thanks to the Lord. എന്തിനാ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതെന്ന് Why do അറിയാമോ? we need to give thanks? രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. It talks about two things. ഒന്ന്, അവൻ ഒത്തിരി നല്ലവനാണ്. Number one, he is a good God. രണ്ട്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. And his eternal love is forever. എന്നിട്ട് താപ്പോട്ട് പറയുകയാണ്, അവൻ്റെ ദയയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് And the following verse it talks about his great, amazing eternal love. ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, ഒരു പുതിയ നിയമ വിശ്വാസിയിലേക്ക് 23 മുതൽ കടക്കുന്നുണ്ട്. And then verses on of the 23 onwards it talks about the New Testament believers. മേൽവശത്തെ എല്ലാം പറയാവോ, അത് ഇസ്രായേലിനെ നടത്തി, മരുഭൂമിയിൽ നടത്തി, വെള്ളത്തിൽ നടത്തി, ചെങ്കടലിൽ നടത്തി, അത് നമ്മളുമായിട്ട് ബന്ധമില്ല. പക്ഷേ 23 മുതൽ നമ്മുടേതാണത്. The first half of the psalm talks about the Old Testament saints, and the next verses 23 onwards it talks about the New Testament. ക്രിസ്തുവിൽ ജനിച്ചവൻ പറയേണ്ടതാ, This is something everyone who is born in Christ should say this. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർച്ചവൻ. You remember me in my humiliations. ഒരു ഡീപ്പ് വാക്കാത് കേട്ടോ. This is something very deep meaning to it. എന്താ ഈ താഴ്ചയിൽ? What does it mean by being lowly? നിന്റെ ശാരീരികമായി നീ പട്ടുപോകുമെന്ന് വിചാരിച്ച സമയത്ത്, When you felt like you were going to be taken away from this world. നിന്റെ സ്പിരിച്വൽ ലൈഫിൽ വീക്ക് സംഭവിച്ചു എന്ന് നീ വിചാരിച്ച സമയത്ത്, In the times of your spiritual weakness. നിന്റെ ഫൈനാൻഷ്യലി നീ വളരെ തകർന്നു എന്ന് വിചാരിച്ച സമയത്ത്, You thought that your financial situation is too bad. നിരാശ കൊണ്ട് ആൻസർ ഇല്ലാതെ നീ വളരെ ഭാരപ്പെട്ട സമയത്ത്, When you are disappointed. എല്ലാത്തിലും എന്നെ ഓർത്ത ദൈവത്തിന്റെ ദയ എന്നേക്കും നിൽക്കട്ടെ. And because the Lord has thought about me and he cared for me and his love is eternal. അടുത്തത് പറയുന്നു, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നോ. And it talks about he rescued us from the foes. അപ്പൊ നമുക്കായിട്ട് എന്തോ ഡിസയർ ചെയ്തിട്ടുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. It means that there are foes or there are enemies against us. വൈരികളുടെ കയ്യിൽ നിന്ന് വിടിവിച്ചവൻ എന്ന് പറയുന്നതും നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന്. He talks about he rescued us from our foes. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കൊരു വൈരിയുണ്ട്. It means that there is an enemy for us. പക്ഷെ എന്താണെന്നറിയാമോ അത് അങ്ങനെ പറയാൻ കാരണം? You know why it says like this? പ്രൈസ് ഗാഡ്, നിന്റെ സമയമാകുന്നതിന് മുൻപേ നശിപ്പിച്ച് കളയാൻ തുടങ്ങുന്ന ഒരു ശക്തിയാണത്. There is an enemy that is working against you to take you out. എല്ലാ മനുഷ്യനും ഒരു ഡെത്ത് ടൈം ഉണ്ട്. There is every man is appointed at that time. എന്നാൽ ദൈവത്തിന്റെ സമയമാകാതെ വാദിച്ച് അവനെ നശിപ്പിച്ച് കളയുന്നതാണ്. നമ്മുടെ വൈരി ഏറളി വരാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദയ നിൽക്കട്ടെ. And there is an enemy that is working behind the scene to take your life before the time. പ്രൈസ് ഗാഡ്. മൂന്നാമത്തെ വിഷയം എന്താണെന്നറിയാമോ? You know what's the third reason? പട്ടിണിയില്ലാതെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. The Lord has given us enough food in our lives. പ്രൈസ് ഗാഡ്. ഇവിടെ വന്നിട്ട് വളരെ കുറച്ച് ആൾക്കാരെ റൈസ് സൂപ്പ് കുടിക്കാറുള്ളൂ. There's only few people who drinks or eats soups. സൂപ്പ് എന്ന് പറയുന്നത് കഞ്ഞി എന്ന് പറഞ്ഞാൽ നാണം കേടായതുകൊണ്ടാണ് നമ്മൾ ഈ റൈസ് സൂപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. കാരണം അതെല്ലാം സൂപ്പിൻ്റെ കൂട്ടത്തിൽ പോകും. ദൈവത്തിന് സ്തോത്രം. അപ്പം അതെങ്കിലും കുടിക്കാൻ തന്ന ദൈവത്തിൻ്റെ ദയ എവർലാസ്റ്റിംഗ് ആണ്. It is God's amazing love for us that he has given us enough food. എന്നിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്തറിയാമോ? And lastly he concludes, സ്വർഗസ്ഥനായ ദൈവത്തിന് God of heaven, we give thanks to God of heaven. സ്തോത്രം ചെയ്യുവീൻ. Hallelujah. സ്വർഗത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. God of heaven, we give you thanks. അവൻ്റെ ദയ എന്നേക്കും നിൽക്കട്ടെ. Steadfast love is eternal. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടി? What else do we need? പ്രൈസ് ഗാഡ്. Hallelujah. കർത്താവ് പറഞ്ഞു, നീ ഒന്ന് അടുത്തു വാ, ഞാൻ അങ്ങോട്ടങ്ങ് അടുത്ത് വരാം. Come close to me. കർത്താവ് പറഞ്ഞു, ഞാൻ ഒത്തിരി മുട്ടിക്കൊണ്ട് നിൽക്കുക. The Lord says that I've been knocking on your doors. നീ വളരെ വീക്ക്, ടയർഡ്, നീ ലേസി, പക്ഷെ നീ തുറക്കുന്നില്ല. You know, you've been tired, sometimes you may be lazy, but you are not opening the doors for me. ഒരു പക്ഷേ നിന്റെ മനസ്സിൽ പറയുന്നുണ്ടാവും, എണ്ണിച്ചൊന്ന് തുറന്നു കൊടുക്കണമെന്ന്. In your heart you may be thinking, I need to open my doors for the Lord. പക്ഷെ ആ ഡോറ് തുറന്നു കൊടുക്കുവാൻ പല തടസ്സങ്ങളാ. There are many obstacles for you to open the doors. വീട്ടിലെ പ്രശ്നങ്ങള്, There may be family problems. ഹസ്ബൻഡിന്റെ പ്രശ്നം, കുഞ്ഞിന്റെ പ്രശ്നം, വൈഫിന്റെ പ്രശ്നം. There may be marital problems. ഒന്നുമില്ലെങ്കിൽ വെതർ, തണുപ്പ് കൂടുതല്, ചൂട് കൂടുതല്. Worst case it could be weather related. ഈ ഡോറ് തുറന്നു കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. There are many obstacles for you to open your door
ഇല്ലെങ്കിൽ ആഴ്ചയെ ഒരു ദിവസം മാത്രം ഒന്ന് തുറന്നു കൊടുക്കുന്ന ചിലരുമുണ്ട്. There are people who only open doors for the Lord for every once in a അവർ ഈ ശബരിമല ഡോർ തുറക്കുന്ന പോലെ ആഴ്ച ഒരു നേരമേ ഡോർ തുറന്നു കൊടുക്കത്തുള്ളൂ കർത്താവിന്. Only few times that you open the doors. അതാ സൺഡേ മാത്രം വരുന്നത്. Hallelujah. That is why you only come on Sundays. കർത്താവ് പറയുന്നു, ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുക മൺഡേ ടു മൺഡേ. But the Lord says that I've been knocking on your doors every day. Open, I want to dwell in you. Hallelujah. നീ ഒന്ന് തുറന്നതാ. Open your doors for me. ഞാനൊന്ന് വസിക്കട്ടെ നിന്നോടൊപ്പം. I wanted to dwell with you. Hallelujah. ഞാനൊന്ന് റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുക. The Lord wants to repair our hearts. You come to the Lord. നീ ദൈവത്തിൽ കടന്നു വാ. നീ ഒന്ന് തുറന്നതാ നിന്റെ ഹൃദയം. The Lord is asking us to come closer to the Lord. ഏത് വേദനയും റിപ്പയർ ചെയ്യുവാനുള്ള ഒരു നല്ല വ്യക്തിയാ ആ നല്ല ശമരിയക്കാരൻ. Serve a God that can heal and completely fix our problems. എന്ത് ചെയ്യാനാ? കുറേ നേരം മുട്ടി നമ്മൾ തുറന്നു വന്നപ്പോൾ മുട്ടിയവനെ കാണുന്നില്ല. He's been knocking for a long time. When we opened the door, the Lord was not there for us. അന്ന് മുതൽ അവൻ പിന്മാറ്റത്തിൽ പോകാൻ തുടങ്ങി. From that day onwards, he started to backslide. അവൻ പറയുന്നത് എന്താ അറിയാമോ? Do you know that person says? പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. He will say that there is no answer for the ഉപവാസം എടുത്തിട്ടൊന്നും കാര്യമില്ല. there is no use for fasting. സ്നാനപ്പെട്ടൊന്നും കാര്യമില്ല. There is no use in taking baptism. അതിനേക്കാളും നല്ലത് അടിച്ചു പൊളിച്ച് കിട്ടുന്ന ആയുസ് ജീവിക്കുക. He is only wishing to enjoy his life. മകളെ എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? Children of God, do you know why that says? മുട്ടി അവൻ പോയി. He was knocking at your door for a long time and he left. ഇനി ഒരൊറ്റ പണിയേ ഉള്ളൂ. There's only one thing left. കുത്തിയിരുന്ന് കരഞ്ഞു മടങ്ങി വരാൻ വേണ്ടി. You can kneel before the Lord and cry so that he could come back. ഇടിച്ചു തുറന്ന് കയറുന്നവനല്ല ഞാനും നീ സേവിക്കുന്ന കർത്താവ്. The Lord is not a one that can push into your heart. അവൻ ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. He is waiting patiently for you to respond. നമുക്ക് സൗകര്യമുണ്ടെ കേട്ടാ മതി. He only is after your willingness. നമുക്ക് സൗകര്യമുണ്ടെ തുറന്നു കൊടുത്താ മതി. He is only after you if you are willing to open അവൻ your doors. നിർബന്ധിച്ചൊന്നും ചെയ്യുന്ന ക്രിസ്തുവല്ല. He is not going to push you to do certain പക്ഷെ things. അവൻ വന്നത് ഒരു കാര്യത്തിനായിരുന്നു. There is one reason why he came. ഇടിഞ്ഞു കിടക്കുന്നത് പലയും പണിയാനാവും വന്നത്. He came to build the walls that are broken. ലൂസായത് പലതും അവൻ ടൈറ്റ് ചെയ്യാനാ വന്നത്. He came to build up your life. അവൻ നിന്നെ മുഴുവനുമായിട്ടൊന്ന് ഓയിലിട്ട് ഒരു ഗ്രീസ് ഇട്ട് നിന്നെ ഒരു സ്മൂത്ത് ആക്കാനാ വന്നത്. He came to fix your problems. പല ഉദ്ദേശത്തോടാ വന്ന് മുട്ടിയുന്നത്. He was knocking on your door with great expectation. പക്ഷേ നീ ഭയങ്കര ബിസി ആയിരുന്നു. You've been very busy with your life. നീ ലേസി ആയിരുന്നു. You've been lazy at times. നീ പല കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് പറഞ്ഞു. You've been making excuses after excuses. മെയിൻ്റനൻസിന് വന്നവൻ പോയി. Hallelujah. The Lord came and knocked and he left. പിന്നെ പറയുന്നു ഒരു പ്രയോജനവുമില്ല. And then you keep on saying there is no use for it. സ്റ്റോപ്പ് ടു സേ ദാറ്റ് ഫ്രം നൗ ഓൺവേഴ്സ്. അത് ഇന്നു മുതൽ ആ പറച്ചിൽ നിർത്തിക്കോണം You have ദൈവമക്കൾ. to stop saying and making excuses. ഞാൻ അല്പസമയം കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. Let's bring our attention to the word of God. ഈ സമയത്ത് ആരും അന്യോന്യം നോക്കുകയോ സംസാരിക്കുകയോ ടെലഫോണൊന്നും ചെയ്യരുത്. So make sure you pay attention to the word of God. 1 Samuel chapter 17 verse 32. 1 ശമൂവേലിന്റെ മതി. അതിൻ്റെ 32 let no man's heart fail. Oh, praise God. Hallelujah. ഇവൻ ആരായി പറഞ്ഞവൻ? Do you know who says this? ഇവന്റെ നിമിത്തം ആരും ഭയപ്പെടണ്ടെന്ന്. ഇവൻ ആരാ? പറഞ്ഞവൻ ആരാ? Here it talks about one person, the person who said this and the person who is referred. അധൈര്യപ്പെടണ്ട എന്ന് പറയണമെങ്കിൽ നീ ഒരു അനോയിന്റഡ് പേഴ്സൺ ആയിരിക്കണം. You have to be an anointed person to tell somebody that do not be discouraged. നിന്റെ സിറ്റുവേഷൻസ് ഒന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നിന്റെ വായിൽ നിന്ന് അധൈര്യപ്പെടണ്ട എന്നുള്ള വാക്ക് വരത്തുള്ളൂ. You can only make your situation change if you have the power in you so that you can say this. പുതിയ നിയമത്തിലെ ശിഷ്യന്മാരുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. In the New Testament we read that the courage of the disciples were lost. എവിടെയാണെന്നറിയാമോ? You know where it says that? മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ When you come to Matthew chapter 56 വാക്യത്തിലെ യേശുവിനെ പിടിക്കുവാൻ വന്ന ഒരു സമയം. There was a time when Jesus was being അപ്പോൾ യേശു അവിടെ പറഞ്ഞു ഇതൊക്കെ
ഇതൊക്കെ പിടിക്കുമെന്നും ഇങ്ങനെ സംഭവിക്കുമെന്നും പ്രവാചകന്മാർ മുഖാന്തരം സംഭവിക്കേണ്ടത് നിവൃത്തിയായെന്ന് പറഞ്ഞു. You know, Jesus replied to his disciples that these things have to be fulfilled because of all the promises have been made. അപ്പം ഈ ശിഷ്യന്മാരും വിചാരിച്ചില്ല യേശു ഈ വാക്ക് പറയുമെന്ന്. Even the disciples were not expecting Jesus would say this. അതിന്റെ അർത്ഥം ഇദ്ദേഹം ഇങ്ങനെ പിടിച്ചും അടിച്ചും തടഞ്ഞും ഒക്കെ നിൽക്കും, അല്ലെങ്കിൽ ഇവരെ റബ്യൂക്ക് ചെയ്യുന്നൊക്കെ വിചാരിച്ചാ നിന്നിരുന്നേ. The disciples were thinking the Lord will take care of these enemies and he will establish his kingdom in a different way. ലാസ്റ്റിൽ യേശു അതിനെ അങ്ങ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു, ഇത് സംഭവിക്കാനുള്ളതായിരുന്നു. And Jesus replied to his disciples that these are the things that needed to be fulfilled. അപ്പൊ എന്തെന്നറിയാമോ, You know what happened after? ഇനിയും ഈ പിടിക്കുന്നവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. And the disciples decided there's no use to stay with Jesus. അടുത്തത് പിടിക്കപ്പെടുന്നത് നമ്മളാ. You know, they came to realize that they will be caught also with Jesus. ഇവിടെ പറയുന്നു ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ടു ഓടിപ്പോയി. മാറി നിന്നല്ല, ഓടിപ്പോയെന്നാ. It says that the disciples left him and left running away from him. ധൈര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അല്ലേ? They lost their courage in their life. എന്നാൽ അവിടെ ആരും പറഞ്ഞില്ല, ഹേ നിങ്ങൾ ധൈര്യമായിരിക്കുമെന്ന് പറയാൻ ഒറ്റ ആളെ കണ്ടില്ല ഇവിടെ. Nobody to encourage the disciples there. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉൾക്കരുത്തില്ലാത്തവനെ ബലപ്പെടുത്തണമെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. God says that you have to encourage somebody who is disappointed. ഫസ്റ്റ് തെസ്സലോനിക്കർ 5:14 5:14 1 Thessalonians 5:14. അവിടെ പറയുന്നത് ഉൾക്കരുത്തില്ലാത്തവനെ ബലപ്പെടുത്തുന്നവനായിരിക്കണം. Brothers, we urge you that you admonish the idle and encourage the faint-hearted. അപ്പൊ ധൈര്യമില്ലാത്തവനെ ധൈര്യപ്പെടുത്താനാ ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത്. The Lord has called every one of you to encourage who is disappointed. ശിഷ്യന്മാർ ഓടിപ്പോയപ്പോൾ അവിടെ ധൈര്യപ്പെടുത്താൻ ആരുമില്ലായിരുന്നു. The disciples went left running, there was nobody to encourage them. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനല്ലേ, ഉൾക്കരുത്തില്ലാത്തവനെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനനെ താങ്ങുവീൻ. സ്തോത്രം. ക്രമം കെട്ട് നടക്കുന്നവനെ ഒന്ന് കറക്റ്റ് ചെയ്യുവീൻ. ഇതൊക്കെ ഇന്ന് പെന്തക്കോസ് അനുഭവത്തിൽ നടക്കുമോ? ക്രിസ്തീയ അനുഭവത്തിൽ നടക്കുമോ? പെന്തക്കോസിനെ കൂടെ ഒരു ക്രിസ്തീയ അനുഭവത്തിൽ നടക്കുമോ? ക്രമം കെട്ട് നടക്കുന്നവരോട് മക്കളെ അങ്ങനെയല്ല, ബ്രദറെ ചായ അമ്മാമി അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പള്ളി വിട്ട് പൊക്കളെ. Do you think these things can be done in our Pentecostal churches now? അവരെ സ്വീകരിപ്പാൻ അടുത്ത സഭയുണ്ട്. There are churches that will invite them to their churches. അവരോട് കൂട്ടുകൂടാൻ ധാരാളം ആൾക്കാരുണ്ട്. There are many people who wanted to join together with those people. പ്രൈസ് ഗോഡ്. ഹൃദയത്തിന് കരുത്തില്ലാതിരിക്കുന്നവരെ താങ്ങുവാൻ കഴിയാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? You know, there are many people who don't have the strong courage in their hearts. കൊറോണ വരിക എന്ന് കേട്ട് പറയും, ഉടനെ മരിച്ചവരുടെ കുറേ ലിസ്റ്റ് കൊണ്ടുവരും. എന്നാൽ യേശുവിൻ്റെ കഥാൽ മുദ്രയിടുന്നു, നിങ്ങൾക്കൊന്നും ഭവിക്കയില്ല എന്ന് പറയുന്ന സഹോദരന്മാരും സഹോദരിമാരും കുറവാ. You know, there are many very few people that say that in the name of Jesus I'm going to come against the corona. കൊറോണയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെട്ട് കളയാ. They will run away from if we have to mention corona. നമ്മളാ വായിക്കേണ്ടത്, ഉൾക്കൊലത്തില്ലാത്തവരെ ബലപ്പെടുത്തിക്കോണം, എഴുതി വെച്ചാൽ മതി കൊറോണ എന്ന്. How can we say now that you be encouraged from our words? പ്രൈസ് ഗോഡ്. ഭ്രാന്തന്മാർക്കും പട്ടികൾക്കും ഒക്കെ ആഹാരം കൊടുക്കുന്ന പോലെ കൊറോണക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് പലയിടത്തും. You know, the people who are corona infected, they are treated very badly these days. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞത് വേദപുസ്തകം പറയുന്നു, നിങ്ങൾ അവരെയൊക്കെ ധൈര്യപ്പെടുത്തിക്കോണം. God says that you have to encourage those people who are അവരെ തന്നെ വിളിച്ചിട്ട് പറയാം, കഴിഞ്ഞ ആഴ്ച അപ്പുറത്താണ്ട ചാക്കോച്ചനും വൈഫും കൊറോണ മൂലം മരിച്ചുപോയി. മരിച്ചവരുടെ കുറേ ലിസ്റ്റ് വായിക്കും, ഈ കിടക്കുന്നവർ ചുമ്മാതിരിക്കുന്നവർ മരിച്ചു പോകും. You know, we always bring the disappointing news to people who are already disappointed. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. This is not what the Lord desires of us. നീ ബലഹീനരെ താങ്ങുകയും ഉൾക്കരുത്തില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. The Lord is asking us to encourage and comfort people who are discouraged. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്നെ അടുത്ത് എന്താണെന്നറിയാമോ? You know what it says next? നമുക്ക് ചോദിക്കാം, നെഹമ്യാവിനോട് ചോദിക്കാം, what you like to say about it? നീ എന്താ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ചോദിക്കാം, എന്തുവാണ് നിനക്ക് പറയാനുള്ളത്? ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുവാൻ അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന ഒരു ആത്മാഭിഷേകം ഉണ്ടായിരുന്നു. You know, you should have an anointing that could build the walls that are broken in your life. നെഹമ്യ 2:18 and 19 ഒന്ന് വായിക്കാം. എങ്ങനെയുണ്ട്? അവർ, ഞാനല്ല, അവർ.
ഞാൻ കേട്ടു നിന്ന ജനത്തോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ടു നിന്നവർ പറഞ്ഞു, we are ready, let us do. When the people heard what Nehemiah had reported to them, they encouraged themselves. അന്യോന്യം ധൈര്യപ്പെടുത്തി. They started to encourage each other. സ്തോത്രം. ഉൾക്കരുത്തില്ലാതിരിക്കുന്ന അവസ്ഥ, The people who are weak at times. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന അവസ്ഥ. They don't know what to do at times. ദൈവവചനം പറയുന്നു, നീ അങ്ങനെയുള്ളവരെ ബലപ്പെടുത്താനുള്ളവരാണ്. God says that you have to encourage the weak. Praise God. Hallelujah. പക്ഷേ ഈ നാളുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അത് പലരും ഇട്ടിട്ട് പോയ മതില. You know, many a time too, people will say those are the. പലരും നോക്കിയതാ നെഹമ്യാവേ. We might be saying disappointing news to other people. ഇനി അത് പണിയാൻ പ്രയാസമാണ്. We could say that there's no use in building those walls. ഇല്ലേ പറയും, അതിന് ഒത്തിരി ചെലവ് വേണം. You know, some people will say it's expensive to build those walls. ഭയങ്കര ചിന്തയാ. They have many great thoughts. ആര് പണിയും? They were thinking, who is going to build? നിങ്ങൾ എന്തോ ഓർത്തോണ്ടാ ഈ കാര്യം ചെയ്യുന്നത്? What are you thinking when you start building these walls? തടസ്സം പറയുന്നവൻ എന്നും തടസ്സം There's പറഞ്ഞുകൊണ്ടിരിക്കും. always people who will after എന്നാൽ അഭിഷേകമുള്ളവൻ പറയും, നമുക്ക് പണിയാം. but the anointed one will always say, let's build the wall. വിളിയുള്ളവൻ പറയും, നമുക്ക് പണിയാം. The called one, the chosen one will always say, let's build. അടുത്ത വാക്യം എന്താണെന്നറിയാ പറയുന്നേ? You know what it says in verse 19? ആ ആ അവിടെ വേറെ രണ്ട് സഹോദരന്മാരുണ്ട്. Two other brothers you can see there. അവര് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളവരാ. They were only called to discourage the people. ഇന്ന് പകൽക്കാലം ദൈവസ്ഥനിൽ ഓർപ്പിക്കട്ടെ, I wanted to remind you in the നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ സഭാ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കർത്താവിന്റെ അനോയിന്റിങ്ങിൽ നിന്നെ ഡിസ്കറേജ് ചെയ്യാനുള്ളവർ നിന്റെ കൂടെ ഒന്ന് മറക്കരുത്. there are people who want to mock your spiritual walk, your churches, and everything that you are about God. നമ്മുടെ ഭവനത്തിലുണ്ടെന്ന് മറക്കരുത്. Do not forget that there are people in your own family that will discourage you. Praise God. ദൈവത്തിന് മഹത്വം. Hallelujah. പ്രിയരെ, ഭവനത്തിലുള്ള ഒരൊറ്റ വ്യക്തികളെ പോലും നാം ഡിസ്കറേജ് ചെയ്യരുത്. Children of God, let us not discourage people who are within our own walls. അച്ചായനോട് അമ്മാമ്മ ചോദിക്കുക, അച്ഛാ ഇന്ന് പോണോ? അതോടുകൂടി അച്ചായൻ്റെ അമ്മാമ്മയുടെയും കാറ്റ് പോയി. എന്നാ പിന്നെ ഓക്കെ, ഒരു സപ്പോർട്ട് അവളും ഉണ്ടല്ലോ. You know, don't be discouraging other people or discouraging your own family for going to the church or going close to the God. മലയാളത്തിൽ ഒരു വാക്കുണ്ട്, മോങ്ങാനിരിക്കുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെ. പോകണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ പോണോ വേണ്ടെന്നിരിക്കുമ്പോഴാ അച്ചായൻ ചോദിക്കുന്ന, എടി ഇന്ന് നമുക്ക് പോണോ? അപ്പോഴാ അച്ചായൻ ചോദിക്കുന്ന, അമ്മാമ്മ ചോദിക്കുന്ന, അച്ഛാ ഇന്ന് പോണോ? ഇത്രയും തണുപ്പും എന്തൊരു കാറ്റാണ് ഇത്, കൊച്ചിനെയും കൊണ്ടൊക്കെ എങ്ങനെ നമ്മൾ പോന്നേ? ഇല്ലേ നമുക്ക് പോകുന്ന വഴിക്ക് മഞ്ഞുണ്ടെന്ന് കേട്ടിങ്ങനെ പോണോ? ആ എന്നാൽ നമുക്ക് ഇന്ന് പോകണ്ട, വരുന്ന ആഴ്ചയാകാം. Let us encourage each other so that we can come closer to God. ഇതിനാ പറയുന്നത് ഡിസ്കറേജ് ചെയ്യുക. Hallelujah. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അനോയിന്റിങ്ങേ നിനക്ക് ഇല്ല, അതാ കാര്യം. The word of God says that you don't have the anointing for you to discourage other people. നീ വെറുതെ പൊന്തക്കോസുകാരാണെന്ന് നടക്കുക. You only have the namesake Pentecostal. നിനക്ക് അനോയിന്റിങ് നഷ്ടപ്പെട്ടതാ അതിൻ്റെ കാര്യം. You have lost your anointing and you അനോയിന്റിങ് ഉണ്ടെങ്കിൽ ഈ നെഹമ്യാവിന്റെ ഗ്രൂപ്പ് പറഞ്ഞ പോലെ പറയും, കുഴപ്പമില്ല നമുക്ക് പോകാം. You know, we all have to be like Nehemiah who says, let us go and build. ആര് പറഞ്ഞോട്ടെ, നമുക്ക് ഈ മതിൽ പണിയാൻ കഴിയും. We know that we can build these walls. ദൈവം അതിന് തക്കതായ ആ വ്യക്തികളെ തരും. The Lord will provide people for to support. ദൈവം അതിനുള്ള സാമ്പത്തികം കണ്ടിട്ടുണ്ട്. The Lord has seen financial. നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങും. The Lord will come down for us. അതൊരു അനോയിന്റിങ് ഉള്ളവർ മാത്രമേ പറയാനൊക്കത്തുള്ളൂ. Only those who have anointed can say these things. അടുത്തത് ശുശ്രൂഷ ചെയ്യുന്നവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. There are times when you encourage the people who are in the ministry. സെക്കൻഡ് ക്രോണിക്കൽ 2 ദിനവൃത്താന്തം 31 1 and 2 അവിടെ പറയുന്നത്, ഇതൊക്കെയും തീർന്ന ശേഷം 35-ാം അധ്യായത്തിന്റെ 1-2. യെസ് മോനെ 31 ഓക്കെ. ഈ അനന്തരം അല്ല അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ എന്തോ ഒരു സംഭവം നടക്കുക, അത്രയേ ഉള്ളൂ. ചുരുക്കമായിട്ടൊക്കെ പറയാം. Let's summarize
that time. പെസഹ, പാസ് ഓവർ, വാട്ട് എവർ ഇറ്റ് മേ. Passover is happening at that time. എന്തോ ഒരു മീറ്റിംഗ്, എന്തോ ഒരു സ്പെഷ്യലായിട്ട് There was some special event is happening at that time. അത് നടക്കുക. It's actually ongoing. അടുത്തത് എന്തോന്നറിയാമോ? You know what happened next? ആ, അവൻ പുരോഹിതന്മാരെ He appointed priests. അതാത് പണിക്ക് നിർത്തി. They started to be appointed for certain jobs. എന്നിട്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ ധൈര്യപ്പെടുത്തി. He encouraged them to serve in the Lord's temple. ശുശ്രൂഷ ചെയ്യുന്നവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു കൂട്ടം അനോയിന്റിംഗ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ. You can only encourage people who are in the ministry, and if you have the anointing. ഏത് ശുശ്രൂഷ ചെയ്താലും Whatever service you might be doing for the temple. കുറ്റം പറയുന്നവൻ അനോയിന്റഡ് അല്ല എന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. You have to understand people who always complain and blame other people don't have anointing. നീ ഏത് ശുശ്രൂഷ ചെയ്യാലും നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നെങ്കിൽ that person or family or that particular person is not anointed from the God. ദൈവമക്കളെ, നിങ്ങൾ ഒരു വിഷയം അറിഞ്ഞിരിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയുന്ന നിങ്ങൾക്ക് anointing ഇല്ല എന്നുള്ള വിഷയം. സ്തോത്രം. അപ്പൊ ഇതാണ് ധൈര്യപ്പെടുത്തുന്നതിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. These are certain things that talks about how you encourage other people. സ്തോത്രം. ഇനി നമുക്ക് ഫസ്റ്റ് ശമൂവേലിലേക്ക് വീണ്ടും മടങ്ങി വരാം. Come back to 1 Samuel. എന്താണ് ഈ ദാവീദിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇദ്ദേഹം ഇത്ര കറേജ് ആകാൻ കാരണം എന്താ? Why do you think that David was able to do these mighty things? സ്തോത്രം. ശൗലിനോടാ പറഞ്ഞേക്കുന്നത്, ഒരു രാജാവിനോട് പറഞ്ഞതാ. This is something the young David is telling the king. ഇവൻ നിമിത്തം ആരും ധൈര്യപ്പെടണ്ട. Don't be discouraged because of this giant. ഞാൻ പോയിട്ട് ഫൈറ്റ് ചെയ്തവനെ ശരിയാക്കി തരാം. I am going to fight against this giant and I will make it. ഇവന്റെ നീളവും ഒക്കെ സൈസും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ When you look at the stature that this giant has, ശത്രുവിനെ എടുത്ത് ഇവനെ പോക്കറ്റ് ഇടാനുള്ള സൈസേ ഉള്ളൂ. the enemy can easily take out David. പക്ഷെ അവൻ അതൊന്നും അല്ല നോക്കിയത്. But David is not looking into his own stature. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് ചിന്തിച്ചിട്ട് മടങ്ങി വരാം. Let's look at few things beforehand. ധൈര്യപ്പെടുത്തുന്നവന്റെ ക്വാളിഫിക്കേഷൻസ്. We learn about what are some of the qualifications of the encourager. 16-ാം അധ്യായത്തിലേക്ക് വരാം. Let's come to 13 വേർഡ്സ്. 16 verse 13. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് ഇറ്റ്. അപ്പോൾ അവിടെ 8 മക്കളുണ്ട് ഒരു അപ്പച്ചന്. ഈ അപ്പച്ചൻ്റെ 8 മക്കളുണ്ട്. അനോയിൻറ്റ് ചെയ്യാനെ കൊണ്ട് വേറൊരു പാസ്റ്റർ വന്നു, ഒരു പ്രീസ്റ്റ്, ഒരു അനോയിൻറ്റിങ് പേഴ്സൺ വന്നു. ദൈവം അയച്ചിട്ട് വന്ന. Another anointed man came to anoint. അപ്പോൾ കൊള്ളാവുന്ന ഒരു യോഗ്യരുമായ ഒരു 7 എണ്ണത്തിനെ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല. He was looking at 7 different people for anointing, but സൈസൊക്കെ നോക്കിയിട്ട് എല്ലാം ഫിറ്റായ കുറേ എണ്ണത്തിനെ കണ്ടവിടെ. Samuel was looking for different body appearance, and then nothing happened. അപ്പോൾ ഏതാണ്ടൊക്കെ എന്നാൽ ഇവനായിരിക്കുമോ എന്ന് വിചാരിച്ച് അനോയിൻറ്റ് ചെയ്യാൻ ഒരുത്തൻ്റെ മേളിൽ ചെന്നിട്ടുണ്ട്. And he was coming close to a person to anoint. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. At that time, Samuel heard. നീ അനോയിൻറ്റ് ചെയ്യുന്നത് ഈ വലിപ്പം ഒന്നും നോക്കി ചെയ്യണ്ട, നീ അവിടെ നില്ല, ഇനി ഇങ്ങനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഒരു താക്കീത്, ഒരു വാണിംഗ് കൊടുത്തു. You should not be looking at the body structure for anointing. Just wait for me to tell you who to anoint. ഈ അനോയിൻറ്റിങ് ചെയ്യാൻ വന്നവൻ അനോയിൻറ്റിങ് അല്ലായിരുന്നെങ്കിൽ തനിക്ക് ഇഷ്ടമല്ലാണ്ട് ചെയ്തിട്ട് പോയേനെമായിരുന്നു. If this Samuel was not anointed, he would have anointed somebody who thought with good appearances. ശരിയല്ലേ? അനോയിൻറ്റ് ചെയ്യാൻ പോയവൻ അനോയിൻറ്റഡ് അല്ലായിരുന്നെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളവരെ കാണും. ഇദ്ദേഹം നോക്കുമ്പോൾ ഈ ഈസ് ദ റൈറ്റ് പേഴ്സൺ. അനോയിൻറ്റ് ചെയ്യും. കാരണം ഇവൻ്റെ സൈസ്, സൗന്ദര്യം, വലിപ്പം എല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് എ പെർഫെക്റ്റ് പേഴ്സൺ. ദൈവമക്കളെല്ലാം എന്തോ ചെയ്യുന്നറിയാമോ? സൈസ് അനുസരിച്ചും പണം അനുസരിച്ചും ജോലി അനുസരിച്ചും ഇപ്പം പലർക്കും സ്ഥാനം, പലരും സഭ നടത്തുന്ന ആ രീതിയിലാണ്. Children of God, we see how things are done in many churches where people are after money and education, many good family backgrounds. ദൈവത്തിന് സ്തോത്രം. അഭിഷേകം പ്രാപിക്കാത്തവർ, People who have not received anointing from ആത്മാവിന്റെ അഭിഷേകത്തിൽ ആരാധിക്കാത്തവർ, people who don't worship the Lord in the spirit. സഭകൾ കൈകടത്തിയിരിക്കുക. They have taken over different churches. ശുശ്രൂഷകൾ കൈകടത്തിയിരിക്കുക. They have taken over many services. They have a long degree. Hallelujah.
ഭയങ്കരമായ ഡിഗ്രി ഉണ്ട്, They have many degree qualifications. പക്ഷേ അഭിഷേകം അവരുടെ മേൽ വന്നിട്ടില്ലേ. They don't have the anointing that they need. ഇവിടെ ദൈവത്തിന്റെ ആലോചന ദൈവദാസനോട് പറയുന്നു, നീ മുഖം നോക്കി പണി ചെയ്യരുത്. The Lord actually told Samuel that you should not be looking at someone's face. അപ്പൊ താൻ ആ ചെയ്യാൻ പോയത് പിന്മാറിയിട്ട് അപ്പനോട് ചോദിച്ചു, അപ്പച്ച ഇനിയും ആരെങ്കിലും ഉണ്ടോ? Then Samuel said, his father Jesse, is there anyone else left in your family? ആ ഒരു ചെറുക്കനുണ്ട്, അവൻ ഈ പറഞ്ഞ പോലെ Jesse replied that there is one more person. അവനെ കൊണ്ടേ കൊള്ളത്തുള്ള ആടിനെ തേയിക്കാൻ, കാരണം വേറെ പ്രത്യേകിച്ച് വിത്ത് അവനും കൊള്ളത്തൊന്നുമില്ല. And he's a shepherd boy and he's only qualified to do that. പറഞ്ഞ അവനെ വിളിക്ക. And Samuel replied, call that boy. അവൻ വന്നു. The young boy came back. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു വിഷയമുണ്ടോ? There's one thing that was deeply moved in my spirit. 7 പേർക്കും അറിയാത്ത ഒരു പണി അവൻ അറിയായിരുന്നു. He knows something that all the 7 of his brothers did not know. എന്തുവാണെന്നറിയാമോ? Do you know what it is? 7 പേർക്കും അറിയാത്തൊരു പണി. There are things that skills that David had. ദൈവത്തിന് മഹത്വം കൊടുത്ത ഹാർപ്പ് വായിക്കുന്ന ഒരു ജോലി അവൻ അറിയാമായിരുന്നു. He knows how to worship God with instruments. അവൻ്റെ ശേഷിക്കുന്ന സമയങ്ങൾ, ആടിനോടൊപ്പമുള്ള സമയങ്ങൾ കളയാതെ അവൻ അറബി ഭാഷയിൽ പറഞ്ഞ റുബാബ വായിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഹാർപ്പ് വായിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തിനെ ആരാധിച്ച് ദൈവത്തിന് പാട്ടുപാടുന്നവനായിരുന്നു. അങ്ങനെ എത്ര സങ്കീർത്തനമായി ഇദ്ദേഹം എഴുതിയെന്നറിയാമോ? എന്താണെന്നറിയാമോ? തനിക്ക് കിട്ടിയ സമയമൊന്നും വെറുതെ കളഞ്ഞില്ല. അന്ന് വാട്സപ്പും മറ്റ് ആപ്പുകളൊന്നും ഇല്ലായിരുന്നു. അവൻ ഒന്ന് മാത്രമേ ഉള്ളൂ, അവൻ അറിയാവുന്നത് യഹോവയ്ക്ക് പാട്ടുപാടുക. എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന്, വൈരിയുള്ള കയ്യിൽ നിന്ന് വിടുവിച്ചവന്, ഓ എനിക്ക് എന്നും ആഹാരം തരുന്നവന്, സ്തോത്രത്തിന് യോഗ്യനായവന്. ആത്മാവ് പറഞ്ഞ അങ്ങനെ ഒരുത്തൻ ഒരിടത്ത് ഇരിപ്പുണ്ടെന്ന് അവനെ വിളിച്ചു വരുത്തണമെന്ന്. ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കണമേ. ആരാധിക്കുന്ന നിന്നെ തെരയുന്ന ഒരു ദൈവമുണ്ട്, നീ മറക്കരുത്. Praise you God. വീട്ടിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചേട്ടന്മാരൊക്കെ എന്നെക്കാളും ഒത്തിരി വലുതാ. അവർക്ക് എല്ലാത്തിനും പ്രയോറിറ്റി. ഞാൻ ഈ നാറ്റമൊക്കെ സഹിച്ച് കൂടെ കിടക്കുക. പക്ഷെ 7 പേർക്ക് അറിയാത്ത ഒരു പണി എനിക്കറിയാം. അത് മാനിക്കുന്ന ഒരുവനോട് പറഞ്ഞു, അവനെ വിളിച്ച് അനോയിന്റ് ചെയ്യുക. Oh, praise you God. Praise you God. ആ അനോയിന്റിങ് ആ നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത് കേട്ടോ. പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിന്റെ യാത്രയിൽ നീ ദൈവത്തെ ആരാധിച്ചോണം കേട്ടോ. കോളേജ് കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, സ്കൂൾ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നീ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് ഗ്രാമിലും കയറാതെ നീ ആ സമയം ദൈവസന്നിധിയിൽ നീ അന്യഭാഷയിൽ നടന്നു പ്രാർത്ഥിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി അനോയിന്റ് ചെയ്യുന്ന ഒരു ദൈവം തന്റെ ദൂതനെ അയക്കുന്നുണ്ട്, നീ മറക്കരുത്. അസ്രയനായ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഓ പ്രൈസ് ഗോഡ്. എന്നാൽ യോഗ്യതയുള്ളവരുടെ പണി എന്താണെന്നറിയാമോ? മിലിറ്ററിയിലെ ജോലി. മിലിറ്ററിയില ഇതൊരു ഗമയാന്നറിയാ പറയാൻ. മക്കളൊക്കെ എവിടാ? 3 എണ്ണം മിലിറ്ററിയിലാണ്. ഒന്ന് ആർമി, ഒന്ന് എയർഫോഴ്സ്, ഒന്ന് ഡിഫൻസ്. ആ ഫെൻസ്, എഫൻസ് എല്ലാം ഫെൻസേല. മക്കള് 3 എണ്ണം ഫെൻസില്ല ഇപ്പം. പക്ഷെ വല്ലത് നടക്കുവോ? ഭയങ്കര യുദ്ധം നടക്കുക അവിടെ. ഒരു പ്രയോജനവുമില്ല. വല്ലപ്പോഴും ലീവിന് വന്ന് കണ്ടു. Praise God.
പക്ഷെങ്കിൽ വരണ്ടിയവൻ വന്നു, ആരാധിക്കുന്നവൻ, യഹോവ നല്ലവനെന്ന് പാടി നടക്കുന്നവൻ, when the anointed one came and saw the giant, അവനെ അഭിഷേകം ചെയ്തു. he was anointed for it. എന്നിട്ട് അതൊന്ന് വായിച്ച ആ വാക്യം, യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. From that day onwards, the Spirit of the Lord rushed on to David. ഈ ആത്മാവ് വന്നെങ്കിലേ ധൈര്യമായിരിക്കച്ച, ഒരു കുഴപ്പവുമില്ലെന്ന് പറയാൻ നിനക്ക് പറ്റിയുള്ളൂ. You can only say that don't be discouraged only if you have the anointing in you. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചെങ്കിൽ നീ ഏത് കഷ്ടങ്ങളിലും നിൽക്കുവാൻ യോഗ്യനാ. If you have received the Spirit in you, you can face any troubles in your life. ഇല്ല എങ്കിൽ മിലിട്ടറിയിലെ 3 അച്ചായന്മാരുടെ കൂട്ടായി പോകും. You will only become people who are in the army if you read the first Samuel. അവസാനം ഒരു പ്രശ്നം, രാജാവിന് ചെറിയ വട്ട്, You know, the king Saul become very crazy about this. ദുരാത്മാവ് വരിക. He started to have evil spirit in his life. ദൈവത്തിന് സ്തോത്രം. Hallelujah. അന്വേഷിച്ചു ആരിലും ഉണ്ടോ? He was inquiring his whole country if there's any. 7 മക്കളെയും യോഗ്യരല്ല എന്ന് കണ്ടപ്പോൾ 8ാമത്തെ ഒറ്റയ്ക്കാടിൻ്റെ കൂടെ പാടിപ്പഴിച്ചവൻ, ആടിനെ മേയ്ക്കുന്ന സമയത്ത് ദൈവത്തെ ആരാധിച്ചവൻ, മഹത്വം കൊടുത്തവൻ അവനുണ്ട്, അവന് ഈ പണിയറിയാം. There's a boy who actually knows how to worship God. ശരി, He അവനെ knows how to take out. ശരി, അവനെ കൊണ്ടുവാ എന്ന് അവൻ വായിച്ചു തുടങ്ങട്ടെ. And Saul brought the young David to him for singing. നിങ്ങൾക്കറിയാമോ, മ്യൂസിക് തെറാപ്പി എന്ന് ഇപ്പോൾ ഒരു സാധനമുണ്ട്. You know that there is a music therapy in this world. അതിൻ്റെ ബേസിക് ഇതാകട്ടോ. Hallelujah. അതിൻ്റെ ബേസിക് ഇവിടുന്നാ പോയേക്കുന്നത്. This is the background for that. പക്ഷേ ഇപ്പോഴത്തെ മ്യൂസിക് തെറാപ്പി അല്ല ദാവീദ് കൊടുത്ത മ്യൂസിക് തെറാപ്പി, അഭിഷേകത്തിൻ്റെ തെറാപ്പി ആയിരുന്നത്. But this is not the one that David gave to Saul to take his evil spirit out. അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും അവൻ്റെ കയ്യിൽ നിന്ന് ഓടുന്ന മ്യൂസിക്കും ഹല്ലേലൂയ ആത്മാവ് നിറഞ്ഞതായിരുന്നു. You know, the Holy Spirit was leading David. Whatever he said and whatever he played started to work in his അവൻ ഏൽപ്പിച്ചു കൊടുത്തത് വായിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങും. ദൈവാത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ ശൗലിന്റെ വായടയ്ക്കും. നല്ല മനുഷ്യൻ ആ സമയത്ത്. when David started to play his instrument, the spirit will come out of David and he becomes a good person. ആരാധിക്കുന്നവൻ ആരാധിച്ചാൽ, മ്യൂസിക് വായിക്കേണ്ടവൻ ആത്മാവിൽ ആരാധിച്ചാൽ ആ സ്ഥലം മുഴുവനും അന്തരീക്ഷം മാറണം. When the spirit-filled person started to worship, the whole atmosphere will change. പ്രൈസ് ഗാഡ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുദ്ധം നടക്കുകയാണ്. While this is all happened, there was a big war in the land of Israel. അപ്പൊ ഈ രാജാവ് പറഞ്ഞ എന്താണെന്നറിയാമോ? You know what this king said? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിന്റെ അപ്പനോട് പറ, ഞാൻ നിന്റെ അപ്പനോട് പറയാം, നിന്നെ ഇവിടെ അങ്ങ് സ്ഥിരമാക്കിക്കോളാൻ. I like you, boy, young David. I will make you permanent in this place. അങ്ങനെ ഏതാണ്ട് പെർമനന്റ് സ്ഥലമൊക്കെ കിട്ടാൻ പോവാ. And he was about to receive all these many different good things. അങ്ങനെ വീണ്ടും അപ്പൻ്റെ അടുത്ത് ചെന്നു. But he came back to his dad. അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മക്കളെ അവിടെ യുദ്ധം നടക്കുക ഫെലിസ്തീനുമായിട്ട്, നമ്മുടെ പിള്ളേർ 3 അവിടെ പോയിട്ടുണ്ട്, എങ്ങനെയാണെന്നും അറിയത്തില്ല, ആഹാരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. മോൻ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി ഫുഡ് ഞാൻ തന്നു വിടാം, അതുമായിട്ടൊന്ന് പോകാൻ പറഞ്ഞു. His dad said, son, come here and gather some food for your brothers who are in the army, and I know that there's a war going on. അങ്ങനല്ലേ 20-ാം വാക്യം, 17-ാം വാക്യം 17. ആ 17. യെസ്. ആ മതി മക്കളെ, ഇതുകൊണ്ട് പെട്ടെന്ന് പോ. യുദ്ധമാ, യുദ്ധസമയത്ത് ശരിക്കും ഫുഡൊന്നും കിട്ടില്ല. Son, take these foods to your brothers. സ്തോത്രം. പുള്ളി അനുസരിക്കാൻ മനോഭാവമുള്ള ഒരു പൈതലായിരുന്നു. David was a son who was obeying his parents. അനോയിന്റിങ് ഉള്ളവനെ അനുസരിക്കാനുള്ള ഹൃദയം ഉണ്ടാകത്തുള്ളൂ. You only can obey if you have the anointing. മനസ്സിലായോ? അനോയിന്റിങ് വേണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തോട് അടുത്തിരിക്കണമായിരുന്നു. If you need anointing, you have to come close to അപ്പോൾ ആ കണക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സമയം ചെലവഴിക്കാതെ ദൈവസന്നിധിയിൽ ആരാധന കഴിച്ച ആടിനോടൊപ്പം ആയിരുന്ന മനുഷ്യനെ അനോയിന്റ് ചെയ്തപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അനുസരണ മനോഭാവമുള്ളവനായി മാറി. When the anointing came upon David, he started to obey and be an obedient child. പ്രൈസ് ഗാഡ്. എന്നിട്ട് പോയി സംഭവം ചോദിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവം പ്രശ്നം ഗുരുതരമാണ്. കഴിഞ്ഞ 40 days ആയിട്ട് മോർണിംഗിലും ഈവനിങ്ങിലും
സമാധാനം നഷ്ടപ്പെടുത്തുന്ന 2 സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? ആർക്കെങ്കിലും ഉച്ചയ്ക്ക് സമാധാനം നഷ്ടപ്പെടാറുണ്ടോ? ഇല്ല. എന്താണെന്നറിയാമോ? രാവിലെ എണീക്കുമ്പോഴേ നിന്നെ ടെൻഷൻ പിടിപ്പിക്കുന്ന ഒരു ദുഷ്ടാത്മാവുണ്ട്. വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വേറെ ദുഷ്ടാത്മാവുണ്ട്. അപ്പോൾ രാവിലെയും വൈകിട്ടും നിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തി അന്നുകൊണ്ട് ഇന്നുമുണ്ട്. Children of God, I wanted to tell you that there is an evil spirit will always after you in the morning time and in the evening to disappoint you and bring you down and take your sleep. ഈ 6 അടി 6 ഇഞ്ച് വലിപ്പമുള്ള മനുഷ്യൻ അദ്ദേഹം വന്നിട്ട് രാവിലെ മുതൽ അങ്ങ് നിൽക്കുകയല്ല, ഒരു കസേര ഇട്ട് നിൽക്കുകയൊന്നുമല്ല. ഇവിടെ This giant will come every morning and every evening time and started to അദ്ദേഹം രാവിലെ വന്നിട്ട് ചോദിക്കും, ആരുടെ തൻ്റെ അവിടെ ഉണ്ടേ വാടാന്നും പറഞ്ഞിട്ട്. in the morning he will come and ask the Israelites, is there anyone who can fight me? കുറച്ചു നേരം നോക്കും, ആരും കാണുന്നില്ലെന്നറിയുമ്പോൾ തിരിച്ചു പോകും. And when he finds that nobody is coming to fight with him, he will go back. വൈകിട്ട് പിന്നെയും വന്നിട്ടിരിക്കും, ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്ന് പറയും. Evening he come back and say the same thing. ആരും വന്നിട്ടില്ല എന്നറിയുമ്പോൾ തിരിച്ചു പോകും. പിറ്റേ ദിവസം വീണ്ടും രാവിലെയും വരും. And he see that there is nobody to fight him, he will come back in the morning again. രാവിലെയും വൈകിട്ടും നിന്നെ വെല്ലുവിളിക്കുന്ന ദുഷ്ടനെതിരെ പോരാടണമെങ്കിൽ നീ അഭിഷേകമുള്ളവനായിരിക്കണം. If you wanted to fight the devil that works in the evening and in the morning time, you can only do that with the anointing that you വീട്ടിലെ 3 എണ്ണം യൂണിഫോം ഇട്ട് നിൽക്കുക, ഒരു ഗുണവുമില്ലാതെ. there's all the brothers who are in the army without use. അപ്പൊ ചോദിച്ചു, അച്ഛാ ഇവിടെ എന്താ പ്രശ്നം? അവരാദ്യമേ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു കേട്ടോ. And David asked his brothers, what is happening in this? 22-ാം വാക്യം അവിടെ ചെന്ന് ചോദിച്ചു. അവിടെ ആദ്യം ചെന്നപ്പോഴേ സഹോദരന്മാരുടെ കുശലം അന്വേഷിച്ചെന്ന് അവിടെ എഴുതിയേക്കുന്നേ. And when David came to visit his brothers, he started to ask what is happening. ദൈവമക്കളെ, നമ്മൾ കുശലം ചോദിക്കുന്നത് ഒരുവന്റെ നന്മയ്ക്കായിരിക്കണം. കുശലം ചോദിക്കുന്നത് ഹല്ലേലൂയ കുറ്റം പറച്ചിലായി മാറരുത്. Children of God, when we ask about somebody, we have to say that in a blessing way, not to blame other people. പ്രൈസ് ഗാഡ്. ദൈവമക്കൾ തമ്മിൽ കുശലം പറയണമെന്ന്. The children of God, between brothers and sisters, we have to ask and inquire how they do. പക്ഷേ ആ കുറ്റം പറയുന്നത് മൂത്ത ഏട്ടനെ, അനിയേട്ടനെ, അപ്പനെ അമ്മയും കുറ്റം പറയല്ലേ. അവരോട് നിങ്ങൾ സുഖമായിരിക്കുന്നോ? You should not be malicing about your brothers or sisters when you talk with each other. അല്ലാതെ പാസ്റ്ററുടെ സഭാവിശ്വാസികളെ ആ സഹോദരനെയും ഈ സഹോദരന്റെയും അവരുടെ വിവാഹത്തെക്കുറിച്ചും അവർക്ക് എങ്ങനെ ഇതുണ്ടായത് അതുണ്ടായത് ഇത് ജോലി അത് ഇതൊന്നും പറയാനല്ല. കുശലം പറയുന്നത് കുശലം ആശ്വാസത്തിനുള്ളതാ. You know, when you talk with your brothers and sisters, they have to be encouraged. ബലപ്പെടുത്തുന്നതും ധൈര്യപ്പെടുത്തുന്നതും ആ കുശലം. അവസാനം ഇവരൊരു ചാടിക്കൊക്കെ ചാടിച്ചു വിട്ടു. ഇവർ ചാടിച്ചിട്ട്, നീ ബാലനാ, And all his brothers started to go after David. നിനക്കിവിടെ യാതൊരു കാര്യവുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. And the brothers told David, there's nothing for you to do here. Go back home. ദൈവത്തിന് സ്തോത്രം. ഇത്രയും ദിവസം വന്ന് ചോദിച്ചിട്ടും ഒരു കൊച്ചു വിരൽ അനക്കാൻ കഴിവില്ലാത്ത ചേട്ടന്മാരാ പറഞ്ഞേ, ഹേയ് നീ ബാലനാടാന്ന്. You know, these brothers who could not do anything against this big giant is telling David now that you are a young boy, you have to go back. നീ വിജയിക്കണമെങ്കിൽ കാഴ്ചയാലല്ല വിശ്വാസത്താലാകട്ടോ. If you wanted to win the battle in your life, you have to battle with faith and not but the sight. നീ ആ വലിയ ദുഷ്ട ശത്രുവിനെതിരെ നിനക്ക് നിൽക്കണമെങ്കിൽ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പറ്റില്ലോ. നിന്റെ ധൈര്യമാ കാര്യം. You wanted to stand against your giant, you cannot do that with your sight, but you have to face it with faith. സ്തോത്രം. പ്രൈസ് ഗാഡ്. എന്നിട്ട് ആക്ഷേപവും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. And there was a time David was fully mocked and got disappointed by his brothers. അതിൽ തളരാതെ നിൽക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. David can only do again, don't get disappointed because of the anointing. നമ്മളാണ് എന്തോ പറഞ്ഞറിയാമോ? You know what we would have said? വേണ്ട താറാമുട്ടയും പഴവും ഇരിക്കുന്നു, വേണേ കഴിച്ചോ, ഞാൻ പോവാ. We would have said that, oh, here the food is here, you take it, I'm going back home. ഇല്ലേ പറയും, ഹലുവായും ലഡുവും പിന്നെ ഏത്തക്ക പൊരിച്ചതും ഒക്കെ അതാണ്ടിരിക്കുന്നു, അപ്പം തന്നതാ, വേണേ കഴി, ഞാൻ പോവാ. Oh, there's all the delicious food is here, you take it, I'm going back home. അനോയിന്റ് ചെയ്തവൻ അങ്ങനെ പോകാൻ വന്നവല്ല, അവൻ ദൈവസന്നിധിയിൽ ചിലർ ഡിക്ലെയർ ചെയ്യാനാ വരുന്നത്. The anointed one has not come to go back, but he has come to declare and do some things. ആത്മീയർത്ഥം വളരെ മനസ്സിലാക്കണം കേട്ടോ. You have to understand the spiritual meaning behind these. നിന്നെ ഒരുവൻ ബലപ്പെടുത്താനില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോകാനല്ല പഠിക്കേണ്ടത്. If there is nobody to encourage you, don't go back and
from it. നീ ഇറങ്ങിപ്പോയിൽ അർത്ഥം യു ആർ നോട്ട് അനോയിന്റഡ് പേഴ്സൺ. If you have left your place, it means that you are not anointed. If you are anointed, you will stand and you will build the wall. Oh, നിങ്ങൾ anointed person ആണോ, നിങ്ങൾ അവിടെ നിൽക്കും, and you will fight the war. Praise God. ഇടിഞ്ഞു കിടക്കുന്നതിനെ നീ പണിയാനാ വന്നെങ്കിൽ, നീ അനോയിന്റഡ് ആണെങ്കിൽ നീ ഇറങ്ങിപ്പോകല്ല വാമോനെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരൊക്കെ വിളിച്ചോണ്ട് പോവുകയോ സഭ തകർക്കുകയോ രാജ്യം തകർക്കുകയോ കുടുംബം തകർക്കുകയോ കുഞ്ഞുങ്ങളെ വേർപെടുത്തിക്കൊണ്ടുപോയി ചെയ്യുന്നതല്ല. നീ പണിയാനാണെങ്കിൽ നീ അനോയിന്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നേ. So if you are called and chosen by God for you to build the walls, and then you won't run away from the church, or you won't call other people and walk away from the church. ഒരു കൂട്ടർ സ്വന്തം ജനം സ്വന്തം സഹോദരന്മാരെ അധൈര്യപ്പെടുത്തിയപ്പോൾ ധൈര്യം കൊടുക്കുന്ന ഒരുവനായി ദാവീദ്. When one group of people started to disappoint other people, but David started to encourage other people and said that don't be discouraged because of this giant. സ്തോത്രം. അതിനുശേഷം എന്താ സംഭവിക്കുന്നറിയാമോ? You know what happened afterwards? സഹോദരന്മാരെയും രാജ്യത്തെയും വിടുവിക്കണമെന്ന് ഒരൊറ്റ ഉദ്ദേശം വെക്കുന്ന അനോയിന്റഡ് പേഴ്സൺ. He was an anointed person. He was only wanted to make sure his brothers and his sisters are saved from this giant. Praise God. എല്ലാവരും തള്ളിയപ്പോൾ When everyone else thrown stones at you, തിരിച്ചു വീട്ടിൽ പോകാതെ he didn't decide. He didn't go back home. ചില സാക്ഷ്യം കയ്യിലുള്ളവൻ അവിടെ നിന്നു. He stayed because he had some great testimony. അവൻ അവിടെ നിന്നതുകൊണ്ട് Because he stayed back in that battle, രാജാവ് അവനെ വിളിപ്പാൻ തക്കവണ്ണമിടയായി. king called to himself. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകരുത്. നിന്നെ വിളിക്കാൻ ഒരു ശൗലിനെ ദൈവമാക്കിയിട്ടുണ്ട്. The Holy Spirit. നീ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പാനല്ല നീ ആഗ്രഹിക്കേണ്ടത്. നിന്നെ അഭിഷേകം ചെയ്ത ദൈവം ഒരുവനെ നിനക്ക് വേണ്ടി വിളിച്ചു മാനിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. Don't run away from the presence of the Lord. The Lord wants you to be called by an anointed person. Praise God. അങ്ങനെയല്ലേ അവിടെ ഒരു വാക്യം പറയുന്നത്? Isn't that what it says in that one verse? ശൗലിന് 31-ാമത്തെ വാക്യം. ശൗലിന് അറിവ് കിട്ടി, അവൻ David said, അവനെ വിളിച്ചു വരുത്തി. and Saul called him to his presence. പ്രൈസ് ഗാഡ്. എന്നിട്ട് എന്താ അവിടെ പറഞ്ഞെന്നറിയാമോ? You know what David said to മോനെ, അവര് നിനക്കറിഞ്ഞുകൂടാ, അവരൊക്കെ കൊച്ചിലേ മുതലേ വെൽ ട്രെയിൻഡും അഭ്യാസികളുമാണ്. And he said, the king Saul said, those people on the battlefield, they are well equipped and well trained. നീ ഉദ്ദേശിക്കുന്ന ഒരു ഫൈറ്റ് ഒരു ഫീൽഡ് അല്ലിത്. This is not something you can face, David. അപ്പൊ സ്വന്തത്തിൽ നിന്നും ഒരു ഡിസ്കറേജ് ഉണ്ടായി, He got discouraged from your own family or brothers. ഭരണകൂടത്തിൽ നിന്നും ലീഡേഴ്സിൽ നിന്നും ഒരു ഡിസ്കറേജ് He ഉണ്ടായി. got disappointed and discouraged from the king himself. അങ്ങനല്ലേ 33-ാമത്തെ വാക്യം പറയുന്നത്, നിനക്ക് അവനോട് പൊരുതുവാൻ പ്രാപ്തിയില്ല. You don't have the strength to fight this warrior, നീ ഒരു കൊച്ചു ചെറുക്കനാ. and you are only just a small boy. പക്ഷെ അവനെ നോക്കിക്കേ, But if you look at the giant, കൊച്ചിലേ മുതലേ അവൻ ഇത് പഠിച്ചു നടക്കുന്നവനാ. trained and well equipped from his young age. ദുരാത്മാവ് വാദിച്ചവന്റെ വായിലെ വാക്കായത്. This is something that will come out of the evil spirit. ആത്മാവ് വാദിച്ചവൻ പറയും, അവന്റെ സൈസ് എനിക്ക് പ്രശ്നമല്ലെന്നേ. If the anointed one will say that his size is not a problem. ജീസസ് നെയിം. എത്ര പ്രശ്നം ഉണ്ടാകട്ടെ, Whatever problems may come in our നമ്മൾ ഫെയിൽ ആകുന്നത് എന്താണെന്നറിയാമോ? you know why we fail in our problems. നമ്മുടെ പ്രശ്നത്തിന്റെ അങ്ങേയറ്റം വരെ നമ്മളും കാണും. We will see the back end of the problems. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന അറിയാമോ? But the word of God teaches us. നിന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ സാക്ഷ്യം മതി ഇനിയും നിനക്ക് നേരിടാം. Remember all the good things the Lord has done and walk in that testimony. ഇവന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ തലയിൽ വെച്ചിരിക്കുന്നതിന്റെ വെയിറ്റ് അറിയാമോ? You know how much the thing that was placed on Goliath's head. 5,000 ഷേക്കൽ. 5,000 ഷേക്കൽ. സ്തോത്രം. It was such a heavy thing that was placed in giant's head. 5,000 ഷേക്കൽ എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് ഒരു 125 സംതിങ് ലൈക്ക് ദാറ്റ് 125 കിലോ എങ്ങാണ്ട് വരുന്നുണ്ടത്. It was a huge thing that was placed on this Goliath's head. അത് ഏത് വാക്യമായിരുന്നു? ഏതിൻ്റെ? യെസ്. ആ 125 പൗണ്ട് ആണ്. This
500 ഷേക്കലുള്ള സാധനം എന്ന് പറയുന്നാൽ 125 pound മീൻസ് 57 കിലോ സാധനമായി ഇവൻ തലയിൽ തന്നെ വെച്ചിരിക്കുന്നത്. This giant was wearing a big giant helmet that was weighing 125 pounds. പിന്നെ ദേഹം മുഴുവനും വേറെ സാധനങ്ങൾ. And he also had many other armors on his body. കുത്താനൊക്കത്തില്ല, വെട്ടാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. He cannot be killed easily. അന്ന് തോക്കില്ല. There was no guns in that time. വെട്ടിക്കൊല്ലോ അല്ലെങ്കിൽ കുത്തിക്കൊല്ലോ ചെയ്യുന്ന രണ്ട് മരണമേ അന്നുള്ളൂ. There was only you can kill somebody with some sword. അപ്പോൾ ഇത് രണ്ടും പ്രിവെന്റ് ചെയ്യാനുള്ള സാധനം പുള്ളിയുടെ ഫുൾ ഉണ്ട്. And he had everything to prevent getting stabbed or cut by a sword. അനോയിന്റിങ് ആയവൻ ഇതൊന്നും അല്ല നോക്കുന്നത്. The anointed person is not looking at those armors. ഞാൻ ആരാന്ന് മാത്രം നോക്കിയാൽ മതി. He's only looking at himself and deciding and who am I before the ഞാൻ കണ്ട ദൈവത്തെ നീ ഒന്ന് കണ്ടാ മതി എന്നേ. He only need to see the Lord who has anointed him. എന്നിട്ട് എന്താ പറയുന്നതെന്നറിയാമോ? What he says afterwards. നിനക്ക് എങ്ങനെയാടെ ഈ ധൈര്യം കിട്ടുന്നേ? How do you receive this kind of an encouragement? അത് ഞാൻ പറഞ്ഞുതരാം. മൂന്ന് സാക്ഷ്യം എനിക്കുണ്ട് പറയാൻ. And David said there are 3 testimonies I want. എടാ കുഞ്ഞെ, എന്താ നിന്റെ സാക്ഷ്യം? And Saul asked him, what is your testimony? അവൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കരടി ഒരു ദിവസം വന്നായിരുന്നു, And he said that there is a big bear come one time. പിന്നൊരു സിംഹം വന്നായിരുന്നു. Another time a big lion came. ഇത് രണ്ടും എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തെ പിടിച്ചോണം. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് കേട്ടോ. And these 2 things captured or caught the goats from my side. എൻ്റെ ആടുകളെ പിടിച്ചു കൊണ്ടുപോയെന്നല്ല എഴുതിയേക്കുന്നത്. And he didn't say that he took goats from my എൻ്റെ ആടിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് കളഞ്ഞു. and these lions and the bear took one goat from his group. ദൈവത്തിന് സ്തോത്രം. ഈ സാധാരണ നിങ്ങളറിയാം, നിങ്ങൾ ഡിസ്കവറി ചാനൽ കാണുമ്പോൾ അറിയാം, ഈ ഓടാൻ ഒത്തിരി കഴിവില്ലാത്തവൻ ഓടാൻ കഴിവില്ലാത്തവനൊക്കെ മാത്രമേ ആദ്യം നീ മൃഗം പിടിക്കത്തുള്ളൂ. കാരണം എല്ലാവരും ഓടും, ലാസ്റ്റിൽ ഒരെണ്ണം ഇങ്ങനെ അങ്ങ് മമ്മിയൊക്കെ നിൽക്കുമ്പോൾ അവനെ പിടിച്ചോണ്ട് പോകളയും. And we know that from seeing all these different science channels that the prey is after the weak ones. അപ്പം ഇദ്ദേഹം ഇവിടെ പറയുന്നു, But here it says in the Bible. ഞാൻ വിട്ടില്ല, But David did not let that lion take away his ഞാൻ പുറകെ ഓടി, goats. I started to run after the lion. പിടിച്ചു നിർത്തി, I stopped that lion. വായങ്ങോട്ട് പൊളിച്ചു, I opened his mouth out. എൻ്റെ ആടിനെ ഞാൻ തിരിച്ചെടുത്തു. I took the goat out of his lion's mouth. ഇത് ചെയ്യണമെങ്കിൽ നീ അനോയിന്റഡ് ആയിരിക്കണം. If you wanted to do these kinds of things, you have to be anointed. നിന്റെ നന്മയെ കൊണ്ടുപോകുന്ന ദുഷ്ടനിൽ നിന്ന് നീ പിടിച്ചു വാങ്ങിക്കാൻ പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരിക്കണം. You have to have a prayer life to take the thing that the enemy has taken from you. നീ ഒരു ആരാധിക്കുന്നവനായിരിക്കണം. You have to be a worshiper in your life. അതിന്റെ വായിൽ പെട്ടാൽ പിന്നെ കൊണ്ടുവരണമെങ്കിൽ ബുദ്ധിമുട്ടാ. It was so hard if the enemy has taken your blessings. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണമേ, പറയാതെ പോവാൻ. You have to understand it. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ. Very carefully listen. ഈ ലയണും കരടിയും ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ If the lion or the bear would catch the prey, പിടിച്ചാൽ ഉടനെ ഇതിനെ അങ്ങ് കൊണ്ട് കൊല്ലുകയൊന്നുമല്ല. it's always in his mouth. He's not getting killed at the right time. ഇതിനെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് പോകും. The lion or the bear will carry this prey and keep on going. പ്രാർത്ഥനയ്ക്ക് വിടുതലെടുക്കാൻ ഇഷ്ടം പോലെ സമയം കർത്താവ് തരുന്നുണ്ടെന്ന്. It means that the Lord is giving you time to become delivered from ഏത് വിഷയത്തിനും പ്രാർത്ഥിച്ചെടുക്കാൻ ദൈവം നിനക്ക് സമയം തന്നിട്ടുണ്ട്. നീ ആ സമയത്ത് ഉറങ്ങരുത്. whatever problems that you're facing. The Lord is giving you enough time to take back what you have lost. ഈ ലയണും കരടിയും കൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് പിന്നെ കടിച്ചു വലിക്കുന്നതിന് മുൻപ് പിടിച്ചെടുക്കേണ്ടത് നിന്റെ ജോലിയാ. It is your job to make sure whatever the lion or the bear taken from your life, you have to get it back. എത്ര ആഴമായ ഒരു ദൈവസത്യമാണ്. How much deeper meaning it is that we are understanding here. അതിനെ മുറിവേൽപ്പിക്കുന്നതിന്റെ മുൻപ് പിടിച്ചെടുക്കണം ദൈവമക്കൾ. You, the children of God, have to take back whatever you lost from your own life. നീ കിടപ്പായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. You should not be waiting for you to be disappointed in your life. സകലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. Don't pray after you have lost everything in your നീ life. കഷ്ടത്തിലായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. You should not be praying after you got into trouble. ദുഷ്ടൻ കടിച്ചു കീറുന്നതിന് മുൻപ് നീ പിടിച്ചെടുക്കണം കേട്ടോ. You have to take back what you have lost in your life. Praise God. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ ജോയൽ. You have to listen carefully. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit is dealing with everyone now very clearly. Praise God. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വിട്ടില്ല.
സിംഹം വിടുവോ? Hallelujah. കരടി വിടുവോ? Do you think the lion or the bear will let it go? ഞാൻ പിടിച്ചതിനെ എനിക്ക് കിട്ടിയില്ല എങ്കിൽ നിന്നെ ഞാൻ പിടിക്കും. It means that the lion will go after the person who is coming against it. അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നേ? Isn't that what it says? ഞാൻ പിടിച്ചതിനെ എനിക്ക് നീ തന്നില്ല എങ്കിൽ If you are not giving away whatever I can, പിന്നെ എനിക്ക് വേണ്ടത് നിന്നെയാ. if you are not letting it go, then I'm going to Oh. go after you. That's what the mindset of പ്രാർത്ഥനാ വിഷയത്തിൽ ഇടിവിൽ നിൽക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, the Holy Spirit wants the people who pray. വിജയം കാണുമ്പോൾ അവന് പിന്നെ വേണ്ടത് നിന്നെയാ കേട്ടോ. You see victory in your prayer life. The devil is Oh. in your own life. വിടുതൽ സംഭവിച്ചാൽ പ്രാർത്ഥിച്ചവനെ അവന്റെ തലമുറയാൻ പിന്നെ വേണ്ടത്. Have seen your deliverance and he is after your own family members. പക്ഷേ നീ അഭിഷേകമില്ലായെങ്കിൽ നീ പോകും, നീ ഒഴുക്കിൽ പെട്ടുപോകും. ആ ലയണും കരടിയും നിന്നെ കഴിക്കും. If you don't have the anointing in your life, the devil can take your own life and go away. Praise you, God. നിങ്ങൾ ആത്മീയാർത്ഥം വളരെ ശക്തമായി മനസ്സിലാക്കണം. You have to understand the spiritual meaning behind it. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാത്ത രാത്രിയാ. Yesterday night I couldn't sleep that ഈ well. 3 സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം ശക്തമായി സംസാരിച്ചതാണ്. The Lord has been speaking to me last night very clearly. മൃഗം കൊണ്ടുപോയി കടിച്ചു കയറി ജീവൻ കളയുന്നതിന് മുൻപ് വിടുവിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. Your job to make sure that you can take back what the enemy has taken from your life. 2, വിടുവിച്ച നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കരുത്. Expect that the devil will let you go if you have taken things from his അവന്റെ നോട്ടം പിന്നെ നിന്റെ മേല. and his sight is after your own life. പക്ഷെ ഇവനൊരു വാക്യം പറയുന്നുണ്ട് അവിടെ. There's one word that David, അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? do you know what it says? എന്റെ ആടിനെ ഞാൻ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ After I delivered the goat from his എന്റെ അടുത്ത് വന്നു. but the enemy started to come ഞാൻ എന്തോർത്തറിയാമോ? You know what I did to the enemy? വായിക്ക് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കയറി ആട്ടിച്ച് ഞാൻ കൊന്നു. I have killed the lion and the bear and beating them in their battlefield. ഇനി ആരുടെ ആടിനെ അവൻ പിടിക്കില്ല. And this enemy is not going after any other goat. ഇനി ഒരൊറ്റ വ്യക്തിയുടെ നന്മയെ അവൻ തൊടില്ല. And the devil is not going to go Oh. after anyone's blessing. നിന്റെ കുടുംബത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ. You have seen Oh, റലബ ശേഥോനിയാറ ബലബ ശിയാറബ യാറ ഖോവലിയാറബ ശേഥോനിയാറ നിന്റെ തലമുറയെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ. ഓ, മേലാൽ വരാതിരിപ്പാൻ. ഓ, യേശുവിന്റെ രക്തമുണ്ട്. നീ മുദ്രയിട്ട്. Hallelujah. You have to seal your family with the blood of Jesus. Praise you, God. ദൈവത്തിന് സ്തോത്രം. Glory to be God. Hallelujah. അങ്ങനെ ഈ സാക്ഷ്യം ധാരാളം മതിയായി. And these testimonies are enough for the king. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിലൊരുത്തനെ പോലെ ഇവനെ കാണുന്നുള്ളെന്ന്. And I am only, David replied to King saying that I am only seeing the same And thing as this giant. നിന്റെ പ്രശ്നത്തെ നീ വലുതായി കാണരുത് കേട്ടോ. Not make big out of your problem. നിന്റെ പ്രശ്നത്തെ നീ വലുതായി കാണരുത്. See your problems as big. അത് നിനക്ക് വലുതായിരിക്കും. It might be big for you. പക്ഷേ നിന്റെ അനുഭവം കൊണ്ട്, നിന്നെ കഴിഞ്ഞ നാളുകൾ നടത്തിയത് കൊണ്ട്, നിന്റെ താഴ്ചയിൽ നിന്നെ ഓർത്ത ദൈവത്തെ ഓർത്ത്, നിന്റെ ഹല്ലേലൂയ ആഹാരം ദൈവം നിനക്ക് ഇന്നും ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് നീ പോരാടാൻ തയ്യാറാകുക. എല്ലാത്തിനെയും നിനക്ക് വലിച്ചു കീറാൻ പറ്റും. You have to be ready for how the Lord has led you back in the days in face of problems that you're facing right now. ഓ, ഓ, റാറാശേഥോലിയാറവ. ഓ, കർത്താവിന്റെ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ യേശുവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭയെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവസാനം അതിൻ്റെതായ പ്രൊഫഷണൽ വേയിൽ തന്നെ പോകുവാൻ തീരുമാനിച്ചു. And afterwards, King Saul convinced David to wear all the ഒരു armor. കാര്യം മനസ്സിലാക്കിക്കോണം. But one thing you have to understand. നിയമമോ ലീഡേഴ്സോ പറഞ്ഞു നിന്നിരിക്കാം, ലെറ്റ് us go in professional way. Oh, you might be taught by leaders that you have to go in. പക്ഷേ അനോയിന്റിംഗ് പേഴ്സൺ പറയുന്നു, എനിക്ക് പ്രൊഫഷനിൽ പറ്റില്ല, ഞാൻ പോകുന്നത് അഭിഷേകത്തിന്റെ വടിയുമായിരിക്കും. One will say that I'm only going after the enemy based on my anointing. ഇവൻ ഇറങ്ങി 5 കല്ലെടുത്തു. He went out and took 5 stones. ഞാൻ ആ കല്ലിനെ കുറിച്ച് ഒന്നും ഇപ്പൊ പറയുന്നില്ല. I'm not going to describe anything about ഞാൻ എൻ്റെ മെസ്സേജ് ഇപ്പോൾ തന്നെ നിർത്തും, അധികം താമസിക്കാതെ. this very soon. എന്നാൽ ഈ വചനം നിങ്ങൾ കേൾക്കാതെ ശ്രദ്ധിക്കാതെയും പോകരുത്. You should not go up before listening to this.
ഇവൻ എന്തിനായി 5 കല്ലെടുത്തോന്നറിയാമോ? You know why he took 5 stones? ആത്മീയമായ 5 കല്ല് 5 അർത്ഥമുണ്ട്. There are 5 different meanings. പക്ഷെ അത് ഞാൻ ഇന്ന് പറയുന്നില്ല. I'm not going to say that today. എന്നാൽ വേറൊരു സത്യമുണ്ട്. But there's another truth behind. ഇവൻ എന്തിനാ 5 കല്ല്, എന്താ 6 എടുക്കാത്ത, എന്താ 4 എടുക്കാത്തെ? Do you know why he didn't take 4 or 6? വിശ്വാസമുള്ളവൻ അറിയാം ഈ 5ന്റെ ആവശ്യമുണ്ടെന്ന്. The only one, the faithful one knows what is the reason. എന്താ കാര്യമെന്നറിയാമോ? You know why? 4 സഹോദരന്മാർ ഇവൻ ഇനി ഉണ്ടെന്ന്. It means that he also have 4 more brothers. Hallelujah. കേട്ടിട്ടുണ്ടോ അത്? Do you know the giant has 4 more brothers? ഒന്നിവന്, Hallelujah. 4 എണ്ണം ഇനി അവന്റെ സഹോദരന്മാർ 4 പേരുണ്ട് ഇവനെ പോലുള്ള സൈസ് ഉള്ളവൻ. 4 more brothers left in this giant. ഒരൊറ്റ ഒരെണ്ണം വന്നാൽ If one comes after this giant, ബാക്കി 4 ഞാൻ അടിച്ചൊതുക്കും. I know that I'm going to destroy those 4 more brothers with the 4 stones. Praise God. വാക്യമുണ്ട് കേട്ടോ. There's a word for it. Praise God. 30 ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. There is 4 brothers for him. ഈ ഫെലിസ്ത്യന് 4 സഹോദരന്മാർ ഉണ്ട്. അവർക്ക് അങ്ങനെയാണ് 5 കല്ലെടുത്തത്. ദൈവത്തിന് സ്തോത്രം. There's a verse in that talks about 4 more brothers for this Goliath. Praise God. That is why he took 5 stones. ഞാനത് നോക്കി വെച്ച് 2 ശമേല. യെസ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? Say somebody loudly, please. 21:16. Can you read somebody? Yeah. How are you? And once again there was a battle with the Philistines at Gath, and Elhanan, the son of Geri Urgim, the Bethlehemite, killed Goliath the Gittite. The shaft of his spear was like the wearer's beam. At Gath there was still another battle, a huge man there with 6 fingers on each hand and 6 toes on each foot, 24 in all. He too was descended from the giant. When he taunted Israel, Jonathan, the son of David's brother, Shimei, killed him. These 4 brothers descended from the giant in Gath and were killed by David and his soldiers. ഇത് ഈ യുദ്ധത്തിലല്ല കേട്ടോ സംഭവിച്ചേക്കുന്നേ. This happened in another battle. പക്ഷേ ഈ 5 കല്ലെടുത്തതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. This is why David took 5 stones. നീ ഒരിടത്ത് പോകുമ്പോൾ മനസ്സിലാക്കിക്കോണം, When you go to a battlefield, ഒറ്റ പ്രാർത്ഥന കൊണ്ട് നിൽക്കാമെന്ന് വിചാരിക്കണ്ട. don't expect that you can stay there with one നീ prayer. ഒന്നിന്റെ മേൽ വിജയം പറയുമ്പോൾ ഒരു പക്ഷേൽ അടുത്തത് വരാം. If you take victory in one problem, there might be another. അതിനെ ശാസിച്ച് ചവിട്ടുമ്പോൾ നിനക്ക് അടുത്തത് വരാം. When you rebuke that problem, there might be another. So you should know before you go to battle how many enemies are there. So prepare yourself. Praise God. When you go for battle, you have to face giants. പക്ഷേ ഈ ആദ്യത്തെ ഒരെണ്ണം വെച്ചൊരു എറിഞ്ഞപ്പോണ്ടല്ലോ, When he threw the first stone at this giant, ലോയും നിയമവും ചട്ടവും അതിന്റെ പ്രൊഫഷണൽ വേയിലൊക്കെ വന്നവന്റെ കയ്യിൽ പെടാത്ത ഒരു സാധനം ഇവിടെ കയറിക്കൊണ്ടു. he was caught between these professional things that he was wearing. ഹോ, എന്താ പറയുന്നറിയാമോ? You know what it says? ഞാൻ വരുന്നതേ നിന്റെ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. You know, David told this giant that I'm coming against you with the living God. എറിഞ്ഞു, മരിച്ചു, താഴെ വീണു. And he throw the stone at the giant and he fell down. എന്നിട്ട് കത്തിയുണ്ടോ? കത്തിയില്ല. And he was looking for a sword and David didn't have one. എന്തിനാ കത്തിയെന്നറിയാമോ? You know why you need a sword? ഇവന്റെ തല കൊണ്ട് കൊടുക്കണമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. And the king told David that he has to carry the മോളെ കല്യാണം കഴിക്കാനൊന്നും അല്ല കേട്ടോ. It is not for you to be married with this daughter. ഈ കാലത്ത് ഇപ്പോഴും ബെനിഫിറ്റ് നോക്കി ഞാൻ ചെയ്യാം, എനിക്കെന്ത് കിട്ടും, ഞാൻ ദശാംശം കൂടുതൽ തരാം, സഭയിൽ എൻ്റെ ഫോട്ടോ വരുമോ, ഞാൻ അത് ചെയ്യാം, എനിക്ക് കൂടുതൽ വരുമോ, ഞാൻ കൺവെൻഷൻ ഇത്ര രൂപ തരാം, ഫ്രണ്ടിൽ എൻ്റെ ഫോട്ടോ വരുമോ, ഇതൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷേ ഇത് അങ്ങനല്ല കേട്ടോ. These days people are മോളെ കിട്ടാൻ വേണ്ടിയല്ല ഈ പണി ചെയ്തത്. this is not something രാജ്യത്തിന്റെ പകുതി കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ചെയ്തത്. David didn't do this for to receive kingdom. ഇവൻ സാക്ഷ്യമുള്ളവനാകുമ്പോൾ ദൂഷണെ തോൽപ്പിക്കണം. And if David is a man with testimony, he has to defeat it. അവസാനം അവിടെ നിന്ന് ഒരുത്തന്നെ പറഞ്ഞ് കത്തി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. And he taken a sword from another person. സ്തോത്രം. എന്നിട്ട് എന്തോ അറിയാമോ? He cut the head of this big giant. മുറിച്ചു. എന്നിട്ട് അത് കൈ കൊടുത്തു. 50-ാം വാക്യം അങ്ങനെ വായിക്കുന്നേ. 17:50. ആ
ആ ആ ഫെലിസ്ത്യനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ഉം. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്തം കയറിയിരുന്നു. പുറത്ത് കയറി നിന്ന് ആ അവന്റെ വാള് ഉറയിൽ നിന്ന് ഊരിയെടുത്ത് സ്വന്തം വാള് തന്നെ David took this giant's own sword and പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവൻ ചെയ്യേണ്ടത് ദുഷ്ടൻ കൊണ്ടുവന്ന ആയുധം അവനെതിരെ നീ പ്രയോഗിക്കണം. anointed one will use the same weapon the devil used against you. നിന്റെ ഇല്ലാത്തത് അവൻ്റെ കയ്യിലുണ്ട്. The things that you don't have, the enemy has it. പക്ഷെ നീ അത് മനസ്സിലായിരിക്കണം. But you have to understand and clearly understand it. വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. Let's come back to the verse that we read. അവൻ മൂലം നിങ്ങളാരും അധൈര്യപ്പെട്ടു പോകരുത്. Don't be discouraged of this giants. വർഷങ്ങളായിട്ട് നിന്റെ ഭവനത്തെ വേട്ടയാടുന്ന വിഷയത്തിന്മേൽ നീ അധൈര്യപ്പെടരുതോ. Don't get discouraged with the problem that you've been facing for years. ഇത് ഞങ്ങളുടെ ഫാമിലി ഡിസീസാന്ന് പറയുന്നതിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ അതിനെ വെല്ലുവിളിക്കണം. ഒരു ഫാമിലി ഡിസീസും ഇല്ല. And you have to go after the problems that you're facing. Might be from generational problems. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പൻ മാങ്ങ തിന്ന മോൻ്റെ പല്ല് പൊളിക്കുമോന്ന്. The word of God says that because the father ate a grape, will the son feel sour? ഇല്ലെന്നാ പഠിപ്പിക്കുന്നേ. The word of God says that it does not. പാരമ്പര്യമായ അസുഖം എന്ന് പറയുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കണം, വിട്ടുപോകാൻ പറയണം. All the generational curses or problems that you may be thinking you have to rebuke. നിന്നെ തോൽപ്പിക്കുവാൻ നോക്കുന്ന, നിനക്ക് ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന, ഓർമ്മയില്ലാതാക്കി കളയുന്ന ദുഷ്ടനോട് പറയണം, വിട്ടുപോകും. And you have to rebuke and tell the devil that is making you weak in your spiritual life to get out. ഞാനും പഠിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഓർമ്മയില്ലായിരുന്നു, എൻ്റെ കുഞ്ഞിനും അതാന്ന് പറയുന്നത് ഇന്ന് നിർത്തിക്കോണം കേട്ടോ. You have to stop all these generational curses in your life. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ മേലാൽ കാണുകയില്ല. You are not going to see the Egyptian that you have seen once. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി കുടുംബപരമായിട്ടല്ല, വ്യക്തിപരമായിട്ടാ. All the callings have been based on personal conviction. നീ ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടുവാൻ ഇടയാകട്ടെ. Oh, you have to be encouraged in the spiritual things. Praise you God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise God.